നാവിനെ സൂക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിവില്ലെങ്കിൽ അവന് സ്വകാര്യ അവയവത്തെ സൂക്ഷിക്കാൻ കഴിയൂല, കയ്യിനെ സൂക്ഷിക്കാൻ കഴിയൂല, കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയൂല, മൂക്കിനെ സൂക്ഷിക്കാൻ കഴിയൂല, കാതിനെ സൂക്ഷിക്കാൻ കഴിയൂല, കാലിനെ സൂക്ഷിക്കാൻ കഴിയൂല, പള്ളയെ സൂക്ഷിക്കാൻ കഴിയൂല. എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണോ? പ്രധാനമായും സൂക്ഷിക്കേണ്ടത് നാവാണ്. നാവെങ്ങനെയാണോ അങ്ങനെയാണ് കൽബും. കൽബ് ശരിയാണ്, അതിന്റെ ഒരു ശരിക്കൊരു അടയാളമാണ് നാവ്. നാവ് ശരിയാണോ അയാളെ കൽബും ശരിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഓതിത്തരുന്ന ആയത്ത് കേൾക്കാറില്ലേ? ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വലിയൊരു തഖ്വയാണ് അവിടെ പറയുന്നത്. വഖൂലൂ ഖൗലൻ സദീദാ, എന്ത് പറയുമ്പോഴും ശരി മാത്രമേ പറയാവൂ. അനുമാനം പറയരുത്, കേട്ടത് പറയരുത്, ധരിച്ച് പറയരുത്, ഊഹിച്ച് പറയരുത്, ചിന്തിച്ച് പറയരുത്. വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായതേ പറയാവൂ. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അനാവശ്യം പറയരുത്, ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം പറയരുത്, തർക്കിക്കുന്ന കാര്യം പറയരുത്, ശപിക്കപ്പെട്ട കാര്യം പറയരുത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയരുത്. വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ വർത്തമാനം പറയണം. അത് പറഞ്ഞാലോ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നാവ് ശരിയാണോ എല്ലാ അമലുകളെയും അല്ലാഹു നന്നാക്കി തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരും. നാവ് ശരിയാണോ ബാക്കിയൊക്കെ റെഡിയാണ്. 5 മിനിറ്റ് ഒരാളെ കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, ഉടനെ മനസ്സിലാകും ആളെ വിലയും നിലയും. മഹാന്മാരൊക്കെ അങ്ങനെ ആൾക്കാരെ വിലയും പോസ്റ്റ്മോർട്ടം ചെയ്യൽ അങ്ങനെ. എന്തെങ്കിലും ഒന്ന് ഇഷ്ടമില്ലാത്തൊരു സംഗതി പറയുമ്പോ അയാളുടെ മനോഭാവം എങ്ങനെ ഉണ്ട് അങ്ങനെ നോക്കിയാൽ ആളെ പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷേ മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ നാവ് പുറത്തേക്കിടൂല. അവര് വല്ലാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കും.